ഫക്രുദ്ദീൻ, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമോ? കാരണം പാർട്ടിയിൽ ഒരു ഇത്രയും പരാജയം നേരിടുമ്പോൾ സമഗ്രമായ ഒരു അഴിച്ചുപണി ആവശ്യമായി വരില്ലേ? അല്ല, അദ്ദേഹത്തിന്റെ പ്രായാധിക്യം കൊണ്ട് ഇപ്പം ഇതിന് സീറ്റ് ഇവർക്ക് കിട്ടിയ സമയത്ത് ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള പ്രതിപക്ഷ നേതാവായിരിക്കണം. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം, അതുപോലെ തന്നെ ശാരീരിക സ്ഥിതിയൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം ആവാൻ സാധ്യതയില്ല. പിന്നെ മൂപ്പരെ നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ അല്ലല്ലോ. മൂപ്പരെ നിങ്ങൾ എത്ര തവണ എഴുതി തള്ളിയത്. പണ്ട് എം പി രാഘവൻ പാർട്ടി വലിയ നേതാവായിരുന്ന സമയത്ത് മൂപ്പർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറേ കാലം പിന്നെ കണ്ണൂർ കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റായി നിർത്തിയല്ലേ. എം പി രാഘവൻ പുറത്തു പോയതിനു ശേഷമല്ലേ പിന്നെയും കൊണ്ടുവന്നത്. അപ്പോൾ പല ഘട്ടങ്ങളിലും നിങ്ങൾ എഴുതി തള്ളിയ ആളാണ് പിണറായി. അപ്പോൾ അങ്ങനെ അതുപോലെ പിണറായിയുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്തെ നായകനായി വന്നതിന് ശേഷമാണ് അദ്ദേഹത്തെ പിന്നെ അവിടുത്തെ സഹകരണ മേഖലയുടെ ചുമതല കൊടുത്ത് മാറ്റി നിർത്തി തന്നെയായിരുന്നു സത്യത്തിൽ. ആ കണ്ണൂർ രാഷ്ട്രീയം അറിയുന്നവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇനി ഞാൻ തന്നെ ഒന്ന് നയിക്കാൻ അദ്ദേഹം തീരുമാനിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം തന്നെ നയിക്കും. പക്ഷേ നിലവിലുള്ള സാഹചര്യം അദ്ദേഹത്തിൻ്റെ ശാരീരിക സ്ഥിതി എല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ റിസ്ക് എടുക്കാതെ പുതിയ പയ്യന്മാർക്ക് ആ റോള് കൊടുക്കാനാണ് സാധ്യത എന്ന് തോന്നുന്നു. പക്ഷേ പാർട്ടിയിൽ സമഗ്രമായ ഒരു അഴിച്ചുപണി ഇത് ഒരു പ്രതിസന്ധിയല്ലേ? ഈ ഘട്ടത്തെ എങ്ങനെ അതിജീവിക്കും? ഇതുപോലുള്ള ഒരുപാട് പ്രതിസന്ധികൾ CPM കേരളത്തിൽ മറികടന്നിട്ടുണ്ട്. അപ്പോൾ CPM സംബന്ധിച്ച് ഇത് നിങ്ങൾ വലിയ ഒരു പ്രതിസന്ധിയായി കാണുന്നില്ല, അവർ വലിയ പ്രതിസന്ധിയായി കാണുന്നത് എനിക്ക് തോന്നുന്നില്ല. അവർ നോക്കും പാർട്ടിയുടെ സംഘടനാ സംവിധാനം എപ്പോഴും ഭദ്രമാണ്. അപ്പോൾ പിന്നെയുള്ളത് ഈ പറയുന്ന ഒരു മീഡിയ ബ്ലിസ്റ്റ് ഉണ്ടായി, മൈനോറിറ്റിയുടെ ധ്രുവീകരണം ഉണ്ടായി. 10 വർഷം ഇവർ ഭരിക്കുന്നു. കോൺഗ്രസ് ഇല്ലാതായി പോയാൽ എന്തായിരിക്കും സ്ഥിതി, മൈനോറിറ്റീസ് ചിന്തിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ. പിന്നെ സുധാകരനെ പോലുള്ള ആർട്ടികൾ എന്താണ് ഈ പാർട്ടി കൊടുക്കേണ്ടത്? നിങ്ങളൊന്ന് പറ. അയാളെ പിടിച്ചിട്ട് MLA ആക്കി, മന്ത്രിയാക്കി. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന SFIയുടെ വേറെ ഭാസ്കരൻ, C ഭാസ്കരൻ SFIയുടെ മറ്റേ സ്ഥാപക നേതാവായിരുന്നില്ലേ? അദ്ദേഹം ആരായിട്ട് അവസാനം ജേർണലിസ്റ്റ് ആയിട്ടാണ് ഒതുങ്ങിയത്. അതുപോലെ തന്നെ അബ്ദുൽ ഖാദർ ഉണ്ടായിരുന്നില്ലേ? അപ്പം ഇവർക്കൊന്നും കിട്ടാത്ത ആനുകൂല്യം കിട്ടിയതാണ് സുധാകരൻ അത്യാഗ്രഹമാണ്. അതിന് പാർട്ടി എന്ത് ചികിത്സ കൊടുക്കാനാ? അപ്പം അത്തരം പ്രശ്നങ്ങൾ. പിന്നെ പാർട്ടി നേരിടുന്ന ചിലപ്പോൾ കണ്ണൂരെ സമാധാനം കൊണ്ടുവരുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് ജയരാജേട്ടൻ്റെ വിഷയം വരുന്നത്. അങ്ങനെയുള്ള വിഷയങ്ങൾ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളൊരു ചോദ്യമുണ്ട്. 2, CPM ബേസിക്കലി എന്ത് പാർട്ടിയാണ്? ബേസിക്കലി ഹിന്ദുക്കളുടെ ഒരു പാർട്ടിയാണ്. അത് സത്യമാണ്. അപ്പോൾ തുടർഭരണത്തിന് വേണ്ടി മുസ്ലിംസൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ നോക്കിയാലും ഒരു പരിധി കൂടുതലൊന്നും ഈ പാർട്ടി കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കോംപ്രമൈസ് ചെയ്താൽ ഈ പാർട്ടി ഇല്ല. അതിനാണ് പിണറായി വിജയൻ കാണിച്ചു തന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു മോഡിയുടെ മഴ പേടിച്ച് നിങ്ങൾ നമ്മളെ ഇറയത്ത് കയറിയിരുന്നു, നിങ്ങൾക്ക് നമ്മൾ അഭയം തരും. പക്ഷേ നിങ്ങൾ ഈ പാർട്ടി അങ്ങ് ലീഡ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് നല്ല അതിൻ്റെ അകത്ത് തോറ്റെങ്കിൽ തോൽക്കണമെന്ന് ഞാൻ പറയാം. അത് കമ്മ്യൂണിസത്തിൻ്റെ തിരിച്ചുവരവാണ്. അങ്ങനെ മൈനോറിറ്റീസ് അങ്ങോട്ട് കയറി ആഹ്മാദിക്കുക, പ്രത്യേകിച്ച് ഈ പാർട്ടി കയറി ആഹ്മാദിക്കരുത്. മറ്റൊന്ന്, അടുത്ത മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുമ്പോൾ നേരത്തെ MG രാജേഷും SRS ഒക്കെ പറഞ്ഞത് ഫക്രുദ്ദീൻ കേട്ട് കാണും. നമുക്ക് മുഖ്യമന്ത്രിയായിട്ട് ഇപ്പം KC 3 പേരുടെ പേരാണ് ചിത്രത്തിലുള്ളത്, മീഡിയ ഡിസ്കസ് ചെയ്യുന്നത്. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ. ഈ 3 പേരിൽ ആര് വരാനുള്ള സാധ്യതയുള്ളത്? പ്രത്യേകിച്ച് VD സതീശൻ്റെ നേതൃത്വത്തിൽ UDF ഇത്രയും തിളക്കമാർന്ന വിജയം നേടി വരുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹത ഉണ്ടാവില്ലേ? അതിനെ അട്ടിമറിക്കാൻ മറ്റുള്ള ആർക്കെങ്കിലും കഴിയുമോ? നിലവിലുള്ള സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ കോൺഗ്രസ് ഇത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട്. DK-നെ മാറ്റിയിട്ട് ഇതെങ്ങനെ കൊണ്ടുപോകുന്നു, അതൊക്കെ കോൺഗ്രസ് ചെയ്യും. അത് കോൺഗ്രസ് അവസാനം ഡിസാസ്റ്റർസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അത് ഗുജറാത്ത് കോൺഗ്രസിനെ ഇല്ലാതാക്കി രാജീവ് ഗാന്ധി മാധവ് സിംഗ് സോളങ്കിയെ മാറ്റിയതാണ്. അതുപോലെ സോണിയാഗാന്ധി എടുത്ത തീരുമാനം, തെലങ്കാന വിഭജിക്കാൻ എടുത്ത തീരുമാനമാണ് 2 സ്റ്റേറ്റിലും പിന്നെ ബുദ്ധിമുട്ടായി മാറിയത്. പക്ഷേ ഇപ്പം അവർക്ക് അങ്ങനെ റിസ്ക് എടുക്കാനുള്ള ഒരു കെൽപ്പില്ല എന്നുള്ളൊരു ഫാക്ടറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഉറപ്പുള്ള ഒരു ക്യാപ്റ്റൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ടർബുലന്റ് ആയ കടലിലൂടെ മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ ആരായിരിക്കും? അത് സതീശൻ തന്നെയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ ലീഗ് ഒരു ഫാക്ടർ ആണല്ലോ. ഇപ്പോൾ ലീഗ് അവരുടെ താല്പര്യം സതീശനോടാണ് ഏതാണ്ട് സൂചിപ്പിച്ചിരുന്നത്. പിന്നെ ലീഗിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ലീഗ് ഒത്തിരി നേരും നിറയുള്ളത്. അപ്പൊ ഒരു നേരും നിറയുള്ള ഒരു പാർട്ടിയാണ്. അപ്പൊ അവര് ആ നേരും നിറയ്ക്ക് അനുസരിച്ച് അവർ പ്രവർത്തിക്കുള്ളൂ. അങ്ങനെയല്ലേ നയിച്ചത്. അതായത് കേരള കോൺഗ്രസിനെ പോലെ തേട്ടൻ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പിന്നെ വേറൊരാളെ പോയിട്ട് നിങ്ങളാവട്ടെ എന്ന് പറയുന്നത് സ്വഭാവം ലീഗാർക്കില്ല. അപ്പൊ അത് നിലവിലുള്ള സാഹചര്യം സതീശന് അനുകൂലമാണ്. സതീശൻ അല്ലെങ്കിൽ എംബരാസിംഗ് ആയിരിക്കും. എന്തായിരുന്നാലും പിണറായി വിജയൻ ഇപ്പോൾ മുന്നിലായിട്ടുണ്ട്. ധർമ്മടത്ത് പിണറായി വിജയൻ മുന്നിലായിട്ടുണ്ട്. നേരത്തെ 5-6 റൗണ്ട് എണ്ണിയപ്പോൾ പിറകിലായിരുന്നു. പിണറായി വിജയൻ മുന്നിലായിട്ടുണ്ട്. എന്തായിരുന്നാലും പിണറായി വിജയനെ ധർമ്മടത്ത് തോൽപ്പിക്കാൻ കഴിയുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഭൂരിപക്ഷം വളരെ കുറഞ്ഞേ ഉണ്ടാകൂ എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. അതിനേക്കാൾ തിരിച്ചടി നേരിടുന്നത് കണ്ണൂർ ജില്ലയിലെ 2 വിമത സ്ഥാനാർത്ഥികളും TK ഗോവിന്ദൻ 7206 ഭൂരിപക്ഷത്തിൽ തളിപ്പറമ്പിൽ മുന്നിലുണ്ട്.
അതുപോലെ തന്നെ ആ, ആ, ബ- ബ- അതുപോലെ തന്നെ നമ്മുടെ കുട്ടിക്കൃഷ്ണൻ അദ്ദേഹം ആ, കുഞ്ഞികൃഷ്ണൻ അദ്ദേഹവും നല്ല ഭൂരിപക്ഷത്തോടെ മുന്നിലെത്തിയിട്ടുണ്ട്. അവിടെ പിന്നിലാകുന്നത് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയാണ്. അപ്പോൾ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ശ്രീ എസ് ആർ ശക്തരൻ, ഈ മന്ത്രിസഭാ രൂപീകരണത്തിൽ ഒരു പ്രധാനപ്പെട്ട ആൾക്കാരിൽ ആരൊക്കെ മന്ത്രിമാരാകാൻ സാധ്യതയുണ്ട്? നിങ്ങൾക്ക് എല്ലാവരെയും അറിയാമല്ലോ. ഒന്ന് സതീശൻ, രമേശ്, അവരൊക്കെ ആവും മന്ത്രിമാരാകും. അവർ രണ്ടുപേരും കെ മുരളീധരൻ ജയിച്ചാൽ കെ മുരളീധരനും ജയിക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്നത്, ഇപ്പോൾ കാണുന്നത്. അല്ല, ഇത്രയും സമയം വരെ പിന്നിലായിരുന്നു, ഇപ്പൊ മുന്നിലേക്ക് അതെ. വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു അവസാന സ്റ്റേജ് വന്നാൽ തീർച്ചയായിട്ടും മുരളീധരൻ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇപ്പൊ കൊല്ലത്ത് നിന്ന് ഉള്ള ആ ഒരു ബിന്ദു കൃഷ്ണ അവർക്കും ഒരു ചാൻസ് കാണാനുണ്ട്. കാരണം കൊല്ലത്തിന്റെ പ്രാതിനിധ്യം കൂടിയാകാമല്ലോ. അങ്ങനെ ഒരു ജി സുധാകരനെ മന്ത്രിയാക്കുമോ? എന്ത് പറയുന്നു? ജി സുധാകരനെ മന്ത്രിയാക്കും എസ് ആറിന്റെ ഒരു പ്രതീക്ഷ എനിക്ക് തോന്നുന്നില്ല. മന്ത്രിയാകും. എന്റെ ഒരു നല്ലൊരു സി പി എം വിമതരെ ആരെങ്കിലും മന്ത്രിയാക്കണ്ടേ? 3 പേരുണ്ട്. അതിപ്പോ മറ്റേ മലബാറിൽ നിന്ന് അവർ രണ്ടുപേരിൽ ആരെങ്കിലും ജയിച്ചു വന്നാൽ അവർക്ക് കൊടുക്കാമല്ലോ. കണ്ടമാനം ഇപ്പുറത്ത് നിന്ന് വന്ന ആളുകളെ മുഴുവൻ മന്ത്രിമാരാക്കാൻ ഒരാളെങ്കിലും വേണം. അപ്പൊ ഇപ്പൊ ഇവര് 3 പേരുണ്ടെങ്കിൽ അതിൽ ആരെങ്കിലും ഒരാൾ അതിൽ സ്വാഭാവികമായിട്ടും മലബാറിൽ നിന്നുള്ള ആൾക്കെ അവർ കൊടുക്കുകയുള്ളൂ. ആ രീതിയിൽ വരുമ്പോൾ അവിടെ നിന്നാവാം എന്നാണ് എൻ്റെ ഒരു ധാരണ. ഇതൊക്കെ സംഭവിക്കാവുന്നതാണോ ഇല്ല എന്നുള്ളത് അറിയില്ല. എന്തായാലും ഒരു 3 പേരിൽ ആരെങ്കിലും ഒരാളെ നിശ്ചയിക്കുമെന്നുണ്ടെങ്കിൽ അത് മലബാറിൽ നിന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ആര് മന്ത്രിയാകാൻ സാധ്യത? കാരണം മോൻസും ജയിച്ചിട്ടുണ്ട്, പി ജോസഫിന്റെ മകൻ അപ്പവും ജയിച്ചിട്ടുണ്ട്. 2 മന്ത്രിസ്ഥാനം കിട്ടാൻ സാധ്യത കുറവാണോ? കുറവാണ്. ജോസഫ് ഗ്രൂപ്പിന് കഴിഞ്ഞ പ്രാവശ്യം ഒരു മന്ത്രിയെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാ പിന്നെ ഈ പറഞ്ഞ പോലെ മോൻസ് ജോസഫിന് തന്നെ കൊടുക്കും. മറ്റേത് പയ്യനല്ലേ, സമയമുണ്ടല്ലോ, അവന്റെ കയ്യിൽ പാർട്ടി ഇരുന്നാ മതി. അപ്പോ ഒരു പ്രാവശ്യം മന്ത്രി ആയതാണ്. അതെയാണ് ഒരിക്കൽ കൂടി മന്ത്രിയാകുകയും മറ്റേ ആള് പാർട്ടിയുടെ തലപ്പത്ത് വരികയും ചെയ്താൽ ഇപ്പൊ പി ജെ ജോസഫാണല്ലോ. അതെ. ആ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ മകൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുടുംബപരമായ പാർട്ടി കയ്യിലിരിക്കും. ഫക്രുദ്ദീൻ, ഈ വിമതന്മാരിൽ ജി സുധാകരന് സാധ്യതയുണ്ടോ? ആർക്കാണ് സാധ്യത? എന്തായാലും ഒരു വിമതനെ മന്ത്രിയാക്കും. ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ആരാണ് മന്ത്രിയാകാൻ സാധ്യത? മോൻസായിരിക്കും. അപ്പു തന്നെ അയാളുടെ ഒരു ഇന്റർവ്യൂവിൽ ഏഷ്യാനെറ്റിന് പറയുന്ന കേട്ടു. അത് ഞങ്ങളുടെ പാർട്ടിക്ക് സീനിയോറിറ്റി ഇതൊക്കെ ഘടകമാണ്. പിന്നെ അയാളൊരു പവർ ഹംഗറാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ച് മച്ചൂറാണ് അയാൾ. അതുകൊണ്ട് മോൻസ് ആവാനാണ് സാധ്യത. പാർട്ടി ഇയാൾ കൺസോൾട്ടേറ്റ് ചെയ്യുകയും ചെയ്യും. ഈസ് നോട്ട് ഇൻ എ ഹറി, ഐ തിങ്ക്. പിന്നെ ഈ വിമതന്മാരിൽ സുധാകരൻ സ്പീക്കർ ആവാൻ സാധ്യതയുണ്ട്. അത് ഞാൻ മുമ്പേ അത് കോൺഗ്രസ് ആക്കുമെന്ന് തന്നെ കേട്ടു. ജയിച്ചു കഴിഞ്ഞാൽ സ്പീക്കർ ആവും എന്ന് കേട്ടിരുന്നു. ഇനിയിപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ മലബാറിൽ നിന്ന് അങ്ങനെയുള്ള മലബാർ പാർട്ടീനെ ഒന്നും കൂടി പ്രശ്നത്തിലാക്കാൻ വേണ്ടി അവരാരെ പിടിച്ച് മന്ത്രിയാക്കാൻ സാധ്യതയില്ലേ? കാരണം അത് അങ്ങനെ സാധ്യതയൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും കോൺഗ്രസ്സുകാർ ഇത്രയും കാലം സഹിക്കുകയായിരുന്നു. എനിക്കറിയാവുന്നതല്ലേ. ഞാൻ സത്യത്തിൽ എനിക്ക് LDF പരാജയപ്പെട്ടതിൽ വിഷമമുള്ള ഒരാളാണ്. പക്ഷെ അതിൽ 1-2 സീറ്റുകൾ എനിക്ക് തന്നത്. ബാലുശ്ശേരി ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ട് ആഗ്രഹിക്കുന്നതാണ്. ഇപ്പം അഹങ്കാരം ഒന്ന് കുറഞ്ഞിട്ടണം. നിങ്ങൾ കാണുന്ന സൗത്ത് കാണുന്നതൊന്നല്ല മലബാറിലെ പൊളിറ്റിക്സ്. ഈ പാർട്ടിയുടെ ഭാഗമല്ലേ, വീടുണ്ടാക്കാൻ പറ്റില്ല, കിണറുണ്ടാക്കാൻ പറ്റില്ല, കറണ്ട് കിട്ടില്ല. ഫാസിസം എന്ന് വെച്ചിട്ടല്ലേ, അതിന് അങ്ങേയറ്റാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ അതുകൊണ്ട് അത് സാധാരണ കോൺഗ്രസ് തന്നെ അറിയാം. ഈ സുധാകരനുള്ള സ്നേഹത സാധാരണ കോൺഗ്രസിനോട് ഫീൽ അറിയുന്ന അയാൾക്ക് മാത്രമേ ഉള്ളൂ. ഉമ്മൻചാണ്ടി സാധകം നിങ്ങൾ ഈ സൗത്തിലുള്ള കോട്ടയം പൊളിറ്റിക്സിന്റെ പുറത്ത് ആളുകൾ അങ്ങോട്ടും കൂടെ കോംപ്രമൈസ് ചെയ്യും. രമേശ് ചെന്നിത്തലയും ചെയ്യും, സതീശൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ ഇവരാരെങ്കിലും ആക്കിയാലും അത്ഭുതമൊന്നുമില്ല. കാരണം അപ്പത്തുള്ളത് ഈ പ്രധാനമായിട്ടും സതീശനും രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് ആ കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്ത് ലീഗ് കൂടി അതിന് സമ്മതം മൂടിയാൽ അത് സാധ്യതയുണ്ട്. ലീഗിൽ നിന്ന് ആരൊക്കെ മന്ത്രിമാരാകും? ലീഗിൽ നിന്ന് ഇപ്പം കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആവും, ഷാജി ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളത് ഫിറോസ് ഉണ്ട്. പിന്നെ തങ്ങളുണ്ടല്ലോ, തങ്ങൾ അവിടെ ജയിച്ചിടുന്നുണ്ടല്ലോ. വിദ്യാഭ്യാസമുള്ള വകുപ്പ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളാണെന്നാണ് അവരുടെ പ്രൊഫൈലുകൾ ഓൾറെഡി പറയുന്നത്. പിന്നെ യുവാവ് നിധി, പിന്നെ ഈ പറയുന്ന ഒരു സ്ത്രീ പ്രാതിനിധ്യ നിധിയെ തെഹ്ലിയാക്കി കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടണം. അതിന് പുതിയ തങ്ങളെ പിടുത്തം തരാത്ത ആളാണ്. ബഷീറിന് സാധ്യതയുണ്ടോ? പത്രങ്ങളൊക്കെ ബഷീറിന്റെ സാധ്യതയുണ്ട്. ബഷീർ സാധ്യത പിന്നെ വിവാദം നിങ്ങൾക്ക് കോളായി.
വാർത്ത. ബഷീർ പാപ്പാനെ പോലെയല്ല, ബഷീർ കുറച്ച് കൂടിയായിട്ടാണ്. പാപ്പാക്ക് ആരോഗ്യം പോയാൽ ബഷീർ നല്ല ആരോഗ്യമാണ്. അത് നിങ്ങൾക്ക് നല്ലത് ബഷീർ ആവുന്നതാണ്. പക്ഷേ ഒരു ലീഗിൽ വനിതാ മന്ത്രി ആയിക്കൂടുന്നില്ല അല്ലേ? ആയിക്കൂടുന്നില്ല. അതെ, പുതിയ മാറ്റങ്ങൾക്കൊക്കെ അവർ വിധേയമായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ കാരണം ഒരു ഹിന്ദു സ്ത്രീയെ ഒരു സ്ഥാനാർത്ഥിയാക്കി ഫീൽഡ് ചെയ്തു. ഫീൽഡ് ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് കാര്യം മനസ്സിലായി. ഏറ്റവും വി മുരളീധരന്റെ 8 വോട്ടിന് കഴക്കൂട്ടത്ത് മുന്നിൽ. അല്ല, വി മുരളീധരൻ അവിടെ കുറച്ചു കാലം കാര്യമായിട്ട് ഇന്ന് പണിയുന്നുണ്ടായിരുന്നു. അതെ, അതെ. അത് സത്യമാണ്. പിന്നെ ഒറ്റ അല്ല, കാര്യമല്ലോ, അതിന്റെ മാറ്റം ഇപ്പൊ ഇത്രയും നേരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. വി മുരളീധരന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, വി മുരളീധരൻ ഇന്നോവയാണ് ഉപയോഗിക്കുന്നത്. ഉം. ഈ കടകംപള്ളി സുരേന്ദ്രൻ ആക്റ്റീവയാണ്. ഉം. ഇന്നോവ എല്ലാ സ്ഥലത്തും കഴിച്ചു, ഉം. ആക്റ്റീവ് എല്ലാ സ്ഥലത്തും. സീരിയസ്ലി നോക്കിയാൽ അറിയാം. ഉം. ഒരു ഇന്നോവ ആ ഏരിയയിൽ ഒന്നെങ്കിൽ കേന്ദ്രമന്ത്രിയുടെ ഇന്നോവ, അല്ലെങ്കിൽ ടൂറിസം വകുപ്പിന്റെ ഇന്റർവ്യൂ, അല്ലെ ഇന്നോവ, അതല്ലെങ്കിൽ ഒരു നല്ലൊരു വൃത്തിയുള്ള ഒരു ഇന്നോവ ഉണ്ടാത് ആ ഏരിയ കണ്ടാൽ അത് ഇങ്ങനെ മുരളിയായിരിക്കും. കടകംപള്ളി അതല്ല, കടകംപള്ളി ഒരു ഹെൽമെറ്റ് വെച്ചും വെക്കാതെ എല്ലാ പട്ടിക്കാട്ടിലും കളിച്ചത്. ഇതാണ് ഇതിന്റെ വ്യത്യാസം. കടകംപള്ളി എല്ലാം എപ്പം ജയിച്ചു എന്ന് വെച്ചാൽ കടകംപള്ളി ഇപ്പൊ 8 വോട്ടിന് ഇയാള് മുന്നിലായി. അതൊക്കെ അവിടെ ഒരു നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ട് അവിടെ. കാരണം ഇവര് രണ്ടുപേരും ഒരേപോലെ ജനകീയരായിരുന്നു. മുരളീധരൻ അവിടുന്ന് ഇവിടെ നിന്ന് ഈ തിരുവനന്തപുരത്തുകാർക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ പുറത്തുള്ള ഭർത്തന്മാർ അവർ അംഗീകരിക്കുകയൊക്കെ ചെയ്യും. അവർക്ക് ബോധ്യപ്പെടും. ഭർത്തന്മാർ ഏറ്റവും കൂടെ അംഗീകരിച്ചുള്ള ഒരു സ്ഥലം തിരുവനന്തപുരമാണ്. പക്ഷെ ബോധ്യപ്പെടും. മുരളീധരൻ ആ ബോധ്യം ഉണ്ടാക്കിയെടുത്തെന്നുള്ളത് വലിയ ഫാക്ടറാണ്. പിന്നെ ഈ നേരത്തെ ജോസഫ് ഗ്രൂപ്പിന്റെ പറഞ്ഞല്ലോ, ഈ മാണി ഗ്രൂപ്പ് തകർന്നടിഞ്ഞു. ഒറ്റ സീറ്റ് പോലും അവർക്ക് കിട്ടാത്ത ഒരവസ്ഥ. അതിൽ ജോസ് കെ മാണി അവിടെ പരാജയപ്പെടുന്നു പാലയിൽ. ആ പാർട്ടിയുടെ സ്ഥിതി എന്താവും? അല്ല, അത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ മനസ്സരിച്ച് നിൽക്കുമ്പോൾ ആ പാർട്ടിക്ക് നിലനിൽക്കുന്നു. മാണി സാഹ എപ്പോഴും സഭയുടെ മനസ്സാവുന്നതാണ് തീരുമാനം എടുത്തുകൊണ്ടിരുന്നത്. സഭയ്ക്ക് വിധേയനായിരുന്നു. ഇപ്പൊ സഭ ഞാൻ മനസ്സിലാക്കിയുള്ള UDF അനുകൂലമായിരുന്നു തവണ. അത് സഭ വന്നതിനനുസരിച്ച് സണ്ണി ജോസഫിനെ പിടിച്ചിട്ട് പ്രസിഡന്റ് ആക്കി. പക്ഷേ അപ്പൊ ജോസ് കെ മാണി, സണ്ണി ജോസഫ് പരാജയപ്പെടുന്നു. ജോസഫ് പ്രത്യേക സാഹചര്യം അത് വിടാം. പക്ഷെ സണ്ണി ജോസഫിന് KPCC പ്രസിഡന്റ് ആക്കിയല്ലോ. അത് സഭയുടെ ഒരു ആവശ്യമായിരുന്നു. അപ്പം സംഭവം എന്താന്ന് വെച്ചാല്, ഈ സഭ അങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ അത് ആ വിളി കേൾക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം തയ്യാറായിരുന്നു, പക്ഷെ അത് മോൻസിനെ പേടിച്ചു പോയി. പക്ഷെ മാണിസാ അങ്ങനെ പേടിക്കില്ലായിരുന്നു. മാണിസാവ് പിളരുമ്പോൾ വളർന്നോട്ടെ വിചാരിക്കും. ഇദ്ദേഹം പിളർപ്പില്ലാതെ മുന്നോട്ട് വന്ന് നോക്കിയപ്പോൾ ഡിസാസ്റ്റേഴ്സ് ആയി. അപ്പൊ അതുകൊണ്ട് കേരള കോൺഗ്രസ് പക്ഷെ ഇതിൽ ഭേദം പിളർന്നു പോകുന്നതായിരുന്നല്ലേ? ഇതിൽ ഭേദം പിളർന്നു പോകുന്നതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അല്ല, സഭയുടെ കൂടെ നിൽക്കാതെ അവർക്ക് നിൽക്കാൻ പറ്റില്ല. സഭയാണ് ആ പാർട്ടിയുടെ അസറ്റ് എന്നുള്ളത്. ഇപ്പൊ ഇസ്രായേൽ അമേരിക്കൻ പോലെയാണ്. അമേരിക്കയാണ് ആര്, പിന്നെ സഭ. ഇസ്രായേലാണ് ആര്, കേരള കോൺഗ്രസ്. അപ്പൊ അത് ആ കോമ്പിനേഷൻ വർക്കൗട്ട് ആവട്ടെ. അതിവിടെ വർക്കൗട്ട് ആകാതാണ് പ്രശ്നം. പിന്നെ ഈ ജോസ് കെ മാണിയെ തന്നെ ആദ്യം മത്സരിച്ച സഭ തോൽപ്പിച്ചതാണ്. അത് ജോസ് കെ മാണിക്കും അറിയാം. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹം ആ ധൈര്യം കാണിച്ചില്ല. അപ്പൊ ധൈര്യം ഇല്ലാത്ത ആളുകളൊന്നും അച്ഛൻ പിന്നെ ഈ ബിഷപ്പിന് ആവശ്യമില്ല. അവർക്ക് അവരുടെ കാര്യം കൃത്യമായി നടത്തി കൊടുക്കുന്ന ധൈര്യം. സുരേഷ് ഗോപിന് വലിയ കാര്യമാണല്ലോ. സുരേഷ് നിങ്ങൾ എന്തൊക്കെ ഈ പറഞ്ഞ അൽമാര് പറഞ്ഞ പോലും ബിഷപ്പുമായി സുരേഷ് ഗോപിക്ക് നല്ല ബന്ധമാണ്. അതിനും കാര്യം സുരേഷ് ഗോപി ചെയ്തു. അയാളെ മൊത്തം പറയും. അതാണ് എന്റെ കാര്യം. മറ്റൊന്ന്, ഈ കോൺഗ്രസ്സിൽ ഇപ്പം ഈ സതീശൻ മുഖ്യമന്ത്രി പദം എന്നുള്ളതൊരു ഒരു വലിയ ഇഷ്യൂ ആയി മാറുമോ? പ്രത്യേകിച്ച് സതീശൻ്റെ മാജിക് ഫിഗറിലേക്ക് എത്തുകയാണ്. 99 സീറ്റിന് UDF ഇപ്പം മുന്നിലാണ്. ഒരു സീറ്റൂടെ കിട്ടിയാൽ 100ആയി സതീശൻ പറഞ്ഞതായി. അപ്പം സതീശൻ എന്നാൽ ആക്രാന്തം കാണിക്കുന്നുമില്ല. ഞാൻ മുഖ്യമന്ത്രിയാകുമെന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ സതീശൻ സ്ട്രാറ്റജിക്കായിട്ട് നിലപാടെടുത്താണ്. എങ്കിലും മുഖ്യമന്ത്രി പദമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏത് കോൺഗ്രസ്സുകാരൻ്റെ സ്വപ്നവുമാണ്. ആരും അത് വിട്ടുകളയാൻ തയ്യാറാവില്ല. അത് ഈ വലിയൊരു പ്രശ്നമായി മാറുമോ? മുൻകാലങ്ങളിൽ ഫക്രുദ്ദീനറിയാം, മുൻകാലങ്ങളിൽ ഈ നേതൃ മത്സരം എല്ലാ സീമകളും ലംഘിച്ചു പോയിട്ടുണ്ട്. പാർട്ടി പിളർപ്പിലേക്ക് വരെ പോയിട്ടുണ്ട്. പക്ഷെ അതിലേക്കൊക്കെ ഒരു കളം വിട്ടുപോകാൻ ഉള്ള ശേഷി ഇപ്പോഴത്തെ നേതാക്കന്മാർക്ക് വ്യക്തിപരമായിട്ടുണ്ടോ? നേതാക്കൾ പാർട്ടിക്കില്ല. അന്ന് അവർക്ക് ലക്ഷ്യം ഉണ്ടായിരുന്നു. എന്തൊക്കെ പറ്റിക്കഴിഞ്ഞാലും ഈ ട്രെയിൻ പോലെയാണ്. 4 ആട്ടം ചാടി കഴിഞ്ഞാൽ അതിന്റെ ഷോക്ക് അബ്സോർവർ വളരെ സ്ട്രോങ് ആയിരുന്നു. ദേശീയതലത്തിൽ പാർട്ടി തൂപ്പലാണ്. ആ പാട കേരളത്തിലും ഉത്തരാഖണ്ഡിലും കർണാടകയിലല്ലേ ഈ സാധനം ഉള്ളൂ. മാത്രമല്ല ലീഗിന് ഇപ്പോഴും ഇപ്പൊ ഒരു സേ കൂടുതലാണ്. മാത്രമല്ല ലീഗ് കുറച്ചുകൂടി സെൻസിബിൾ ആയിട്ടുണ്ട്. 5ാം മന്ത്രി ഒന്ന് കൈകൊള്ളിയതിനു ശേഷം ലീഗ് സെൻസിബിൾ ആണ്. അതിനോടുള്ള നായന്മാരെ DMമാരെ മടക്കി കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടും ലീഗിന് മനസ്സിലായിട്ട്. അതായത് പുറത്ത് കാണിക്കുന്നില്ല. തങ്ങളെന്താ ഇപ്പം ആദിയ സോഫിയ വിഷയത്തിൽ ഉണ്ടാവുന്നു ഉണ്ടാകും. ആണ് കാര്യം. ഇവിടെ നായന്മാരും DMമാരും ഒന്നും വെള്ളപ്പള്ളി ഒന്നും ഉണ്ട്. നായന്മാരൊന്നും ഉണ്ടില്ല. പക്ഷെ ചൊറഞ്ഞാൽ ഈ വിജയം നിങ്ങൾ അപ്പോ ആ ഒരു 100 മാജിക് ഫിഗറിലേക്ക് വന്നു. അപ്പം ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാല് സതീശനെ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഇലക്ഷൻ. ചേട്ടത്തിന് കഴിഞ്ഞ അനിയത്തിന് കെട്ടിച്ചു കൊടുക്കുന്നത് മലയാളി പൊതുവെ സഹിക്കില്ല. പിണറായിനോട് രണ്ടാമത്തെ ടൈം സഹിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോവിഡ് വന്നുകൊണ്ടാണ്. അന്ന് നിങ്ങൾ കണ്ടിട്ടാണ്, ഞാൻ ആദ്യമായിട്ടാണ് പറയുന്നത്.
അന്ന് എല്ലാ പിന്നെ നമ്മുടെ LDF-ന്റെ പോസ്റ്ററുകളും VS-ഉം കൊടിയേരിയും പിണറായി ഉണ്ടായിരുന്നു. അതിൽ നിങ്ങൾ VS-ന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു, ഒരു തവളേനെ പോലെ ആയിരുന്നു. അദ്ദേഹത്തിന് പ്രായം തോന്നിക്കുന്നത് ഇങ്ങനെ സീരിയസ്ലി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ ബോധപൂർവമായിരുന്നു, മനസ്സിലായിട്ട്. അപ്പം അന്ന് VS അന്ന് ഇലക്ഷന് ലീഡ് ചെയ്തിട്ടില്ലായിരുന്നു. CPM ഒന്നുമില്ല. ഉമ്മൻചാണ്ടി സാറിന്റെ ഭരണം മോശമൊന്നായിരുന്നില്ല. കോൺഗ്രസ്സുകാർ നിങ്ങൾക്ക് അറിയാലോ, എന്നെ കടന്നു ഗ്രൂപ്പ് തലങ്ങും വിലങ്ങും വലിച്ചതുകൊണ്ടാണ്. അജിഷ കേസ് എന്തുകൊണ്ടാണ്? ഇവന്മാർ ഓൾറെഡി അന്ന് ഓഫീസർ ചോദ്യം ചെയ്താണല്ലോ. ചെങ്കോള സാധനം ഉണ്ടാതിരിക്കുന്നതാണ്. അന്ന് പിടിക്കാൻ ഒരു ഉത്സാഹം പോലീസ് കാണിച്ചില്ല. അവരെ തന്നെയാണ് ഇടതുപക്ഷ അധികാരത്തിൽ വന്നപ്പോൾ അയാളെ തന്നെയാണ് ആര് പിടിച്ചത്? അയാളാണ് ശരിയായ പൊതി എന്നുള്ള വേറെ കാര്യം. അയാളെ തന്നെയാണ് വേറെ പിടിച്ചത്, മനസ്സിലായില്ലേ? അപ്പൊ ആ രീതിയിൽ ആകുമ്പോൾ എങ്ങനെയാണ് നമ്മളെ നാല് തോറ്റത്? ഞാനെങ്ങനെ തോറ്റത്? അപ്പൊ ഇത് ഗ്രൂപ്പ് വലിച്ചതായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ഈ മമ്മമാര് പണ്ടാറടങ്ങി പോട്ടത്. ഉമ്മൻചാണ്ടി സാർ അന്ന് തുടർഭരണം അറിയിച്ചില്ല. അദ്ദേഹം അന്ന് തുടർഭരണം കിട്ടിയത് ഉമ്മൻചാണ്ടി സാഹചര്യത്തിൽ പെട്ടെന്ന് നമ്മളെ വിട്ടു പോവുകയില്ലേ, മനസ്സിലായി? അപ്പോ അത് വലിച്ചു പോകാനാണ്. പിന്നെ ഇപ്പത്തെ പഠിച്ചവന്റെ ഒരു സഹായം കൊണ്ടാണ് ജയിച്ചു. അല്ലെ പിണറായിട്ട് ഭരണം മോശമായിട്ടൊന്നും മീഡിയനെ പണി ഒരു പ്രശ്നം. അതുകൊണ്ട് മീഡിയനെ പിറക്കി മാത്രമല്ല, പാർട്ടിക്കുള്ളിൽ ഏകാധിപത്യം എന്നൊരു വലിയ പ്രശ്നം വന്നില്ലേ? പാർട്ടിയിലെല്ലാം ഇതിനകത്ത് ഏകാധിപത്യം ഇല്ലാതില്ല. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആളാണ് EMS-ന്റെ കാലഘട്ടത്തിൽ ഈ യൂണിവേഴ്സിറ്റി കോളേജ് ഇങ്ങനെ തന്നെ അല്ലേ? എന്നാലും പുറമേ ഒരു ജനാധിപത്യം, ഒരു ആഡംബരമില്ലായ്മ, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. അതിപ്പോ ഭയങ്കര നെഗറ്റീവാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല. നിങ്ങളിപ്പോ കോട്ടൊക്കെ ഇട്ടുക്കുന്നതുകൊണ്ടാണ് നിങ്ങളെ ഈ കോട്ടൊക്കെ മാറ്റി അങ്ങോട്ട് പോയ ആള് ഈ മലയാളിക്ക് ഇപ്പൊ ഇതൊക്കെ ഈ ആഡംബരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ റീൽസ് ഇതൊക്കെ എത്ര സംഭവം അല്പത്തമല്ലേ? ഞാൻ രാവിലെ എന്താണ് ബെൻസ് കാർ യാത്ര ചെയ്തു, ഞാൻ രാവിലെ പുട്ട് കഴിച്ചു. ഇതൊക്കെ എന്തിനാണ് ഇടുന്നത്? അതിന്റെ ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിനും ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കാണ് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആളുകൾ. എന്തുകൊണ്ട്? അവരിങ്ങനെയുള്ള സാധനങ്ങളാണ് ബേസിക്കലി ചെയ്യുന്നത്. എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു സാധനം സീരിയസ് ആയിട്ടുള്ളൂ. അത് ഇത്ര അതാണ് ഇതിന്റെ ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് ഈ കാലഘട്ടത്തില് ഇങ്ങനെ പറ്റുള്ളൂ. അത് CPM പിടിച്ചെന്നാൽ ഇതൊന്നും കൊള്ളാത്ത പാർട്ടി എന്നത്. പിണറായി വിജയൻ ഇങ്ങനെയൊക്കെ പിടിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഈ സാധനം നിൽക്കുന്നത്. അപ്പം ഇവരുടെ സതീശനാണ് നയിക്കേണ്ടത്. സതീശനാണ് അതിൻ്റെ കേൾപ്പുള്ളൂ, ലീഗിന്റെ സപ്പോർട്ടും ഉണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഈക്വലൈസ് പ്രശ്നം എന്നൊക്കെ നമ്മൾ പറയല്ലോ സയൻസിൽ. അതിന്റെ അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. ഇനി കോൺഗ്രസ് ആണ് കാലം മുടക്കുന്നതിൽ അവര് അതീവ വിദഗ്ധന്മാരുമാണ്. പിന്നെ ഈ പറഞ്ഞ കോൺഗ്രസിന്റെ ഒരു സൈബർ വിങ് ഉണ്ട്. ആ സൈബർ വിങ് അവസാനം ഇടപെട്ടെല്ലാം കൂടി കൊണ്ടുവച്ച് കൊളാക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ SRSന് വളരെ സന്തോഷകരമായ വാർത്തയാണ്. പിണറായി മുന്നിലെത്തി. 3000-ലധികം വോട്ടുകൾക്ക് പിണറായി മുന്നിലാണ്. പിണറായി അവിടെ ധർമ്മടത്ത് പരാജയപ്പെടുത്താൻ പറ്റുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. പക്ഷേ 5-6 റൗണ്ടിൽ പിന്നിലായി എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതുമല്ല, അതവിടെ പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളായി. അതെ, ഇപ്പൊ പരിശോധന ഇപ്പൊ നടക്കുമെന്നുള്ളതാണ്. പിന്നെ ഈ രണ്ട് വിമത സ്ഥാനാർത്ഥികളുടെ വിജയം എന്നുള്ളത് മുൻപന്തിയിൽ വന്നു എന്നുള്ളത് ജയിച്ചു എന്ന് പറയാറായിട്ടില്ല. പക്ഷെ വിജയിക്കാൻ സാധ്യത വിജയിച്ചാൽ വലിയൊരു സംഭവമായിട്ട് മാറും. അല്ല, എനിക്കതാ മനസ്സിലാവത്തെ. മറ്റു പലരുടെയൊക്കെ പെട്ടെന്ന് വോട്ട് വരികയും ചെയ്യുന്നു, ഇവരുടെ അങ്ങോട്ട് വരുന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ കണ്ണൂര് വേറൊരു പ്രശ്നമുണ്ട്. അത് കണ്ണൂർ ഉൾഗ്രാമങ്ങളോട് പോയാൽ മനസ്സിലാവുള്ളൂ. കണ്ണൂർ ഇത്രയും കാലം ഇവര് പാർട്ടിയുടെ പിന്നിൽ തീയന്മാർ നിന്നിട്ട് അവർക്ക് എന്ത് കിട്ടി എന്നുള്ളൊരു ചോദ്യമുണ്ട്, മനസ്സിലായില്ലേ? കാരണം ഈ സോഷ്യൽ ഈക്വലിബ്രിയത്തിൽ തീയന്മാർ കുറെ മുന്നോട്ട് വന്നെങ്കിലും പാർട്ടിയുടെ പ്രൊട്ടക്ഷൻ കിട്ടിയെങ്കിലും ഇപ്പോൾ അവർ അവിടെ തന്നെ നിൽക്കുകയാണ്. അവരെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്പെസിഫിക് പ്ലാൻസ് വേണം. ഇതൊരു വലിയ അപ്പാണ് BJP സകലം ചെയ്തു കൊടുക്കാൻ അവരെ നേതാക്കന്മാരെ നോക്കൂ. കോട്ടയത്തെ ഒരു രസം എന്തറിയോ? ഒറ്റ LDF ഇല്ല കോട്ടയത്തെ. കോട്ടയം ജില്ലയില് ഒറ്റ LDF ഇല്ല. ഒരു സീറ്റ് പോലും ഇല്ലെന്നാണ്. വൈക്കമില്ലെന്നാണ് ഇപ്പൊ ഇതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ വൈക്കം ഇപ്പൊ കാണുന്നില്ല. ഏതായാലും ഫൈനൽ ഇത് വരട്ടെ. ഇതുപോലെയൊക്കെ തന്നെ നിൽക്കും. ചിലപ്പോ ഈ പറഞ്ഞ പോലെ, സതീശൻ പറഞ്ഞ പോലെ ചിലപ്പോ 100-ലേക്ക് എത്തിയെന്ന് വരാം. ഇപ്പൊ 98-99 ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. പ്രശാന്ത് 34 വോട്ടിന് മുന്നിൽ. പക്ഷെ അതേ ഉള്ളൂ. പ്രശാന്ത് അവിടെ നല്ല MLA ഒക്കെ ആയിരുന്നു. രണ്ടുപേരും മോശം കാൻഡിഡേറ്റ്സ് അല്ല രണ്ടുപേരും. ഞാൻ പറയും BJPയുടെ 5 MLA കൂടി സഭയിൽ വരണം. കാരണം ഇവർ രണ്ടു കൂട്ടരും പറയാത്ത കാര്യങ്ങൾ പറയാൻ ആരും വേണ്ടേ? തീർച്ചയായിട്ടും രണ്ടുപേരാണ് ഇപ്പൊ ലീഡ് ചെയ്യുന്നത്. 5 പേര്. അതിൽ ശോഭാ സുരേന്ദ്രൻ വരണം, മുരളീധരൻ വരണം, സുരേന്ദ്രൻ, രാജീവ്. ഇവർ വന്നു കഴിഞ്ഞാൽ മറ്റു രണ്ടുപേരും ഭീകരമായിട്ട് സൗണ്ട് ഉണ്ടാക്കും. മറ്റു രണ്ടുപേരും ബുദ്ധിജീവികളാണ്. അപ്പൊ അതൊരു കോമ്പിനേഷൻ ആയിട്ട് മാറും.
നമ്മളാരെയും ഈ ഐത്തം കൽപ്പിച്ച് മാറ്റി വന്ന കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ ഇലക്ഷന്റെ തലേന്ന് ഒരു കാര്യാലയത്തിൽ മുണ്ടിട്ട് പോകരുത്. ആരൊക്കെയാണ് ഇവിടെ മുണ്ടിട്ട് പോകുന്നത് എന്നെക്കാട്ട് തന്നെ ഐത്തേട്ടൻ അറിയാലോ. അതൊരു ഫാക്ടറാണ്. തിരുവനന്തപുരത്ത് LDF കുറേ സീറ്റുകൾ മുൻപന്തിയിലാണ്. 8 സീറ്റ് UDF 4 കിട്ടിയിട്ടുള്ളൂ. ആണല്ലേ? 4 മുൻപന്തിയിലുള്ളൂ. അപ്പൊ തിരുവനന്തപുരമാണ് UDF വാമനപുരവും കോവളവും തിരുവനന്തപുരവും കാട്ടാക്കടയും തിരുവനന്തപുരം തിരുവനന്തപുരം കാട്ടാക്കടയും മാത്രമേ UDF മുൻപന്തിയിൽ നിൽക്കുന്നുള്ളൂ. നിൽക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം LDF ആണ്. തിരുവനന്തപുരത്തിന്റെ വടക്കൻ മേഖലകളിൽ പൊതുവെ LDF മേൽക്കൈ ഉള്ളതാണ്. അതിലിപ്പം ഈ പറയുന്ന വാമനപുരം മാത്രമാണ്. വാമനപുരം എന്ത് പക്ഷെ സ്ഥാനാർത്ഥി കൊള്ളാം, പയ്യൻ കൊള്ളാം. ബൈജു അല്ലേ? ബൈജു അല്ല, വാമനപുരത്ത് ഒരു മുസ്ലിം പയ്യനല്ലേ, പാലോട്, അഹമ്മദ് ഷാ പാലോട്. ഞാൻ എൻ്റെ കൂടെ ഡിബേറ്റ് ഒരിക്കൽ ഇരുന്നിട്ടുണ്ട്. വളരെ മാന്യനായ പയ്യനാണ്. വേറെയുള്ള ഇവിടുത്തെ മുസ്ലിം യുവ നേതാവിനെ പോലെ അലമ്പല്ല. അതായിരിക്കും അവൻ ജയിക്കാൻ കാരണം. അപ്പൊ ഇവിടെ 4 ഉള്ളവർക്ക് അതേ ഉള്ളൂ. കൊല്ലത്ത് LDF 3, UDF 8. കൊല്ലം LDF വലിയ തിരിച്ചടി. ഇതിലെ കാര്യം LDF എല്ലാ പത്തനാപുരം UDF പറയുന്നു. പത്തനാപുരം UDF മുമ്പന്തിൽ. ഗണേശൻ താഴെ പോയി. പത്തനാപുരം ഗണേശന്റെ ചില ഇടപെടലുകൾ ഗണേശനെതിരായിട്ടുണ്ട്. അതെ, ഒരു പെന്തക്കോസ് പരിപാടിക്ക് പോയിട്ട് ഒരേ ഒരു രക്ഷകൻ അദ്ദേഹത്തിന് അവിടെ കിട്ടിക്കൊണ്ട് നായർ വോട്ടല്ലേ, നിങ്ങൾ അറിയാലോ. ഈ നായന്മാരുടെ NSS തെറ്റിയെന്ന് തോന്നുന്നു. NSS മാത്രമല്ല, അവിടെ പോയിട്ട് ഒരു വേദി പോയിട്ട് പറഞ്ഞു ഒരേ രക്ഷകൻ യേശു വന്ന. പിന്നെ എന്തിനാ NSS നേതാവായിട്ട് പിന്നെ ഈ ഗണേശൻ എന്നുള്ള പേരും വെച്ചോണ്ടിരിക്കുന്നത്? അല്ല, ജോർജ് എന്നിട്ടായി മാറ്റിക്കൂടെ? നിങ്ങൾ ഈ പറഞ്ഞ ഈ സെക്യുലറിസത്തിന് വില കൊടുക്കേണ്ട ഹിന്ദുക്കൾ മാത്രമാണ്. എവിടുത്തെ നിയമമാണ്? എന്നിട്ട് ഈ ഗണേശൻ തന്നെ പറയാണ്, ഞാൻ ഒരു ഗണേശ ഭക്തനാന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം ഗണേശനെ മറിച്ച് പിന്നെ ഫാസിസ്റ്റ് ആക്കും. നിങ്ങൾ അനുഭവിച്ചില്ലേ? എത്തേട്ട അനുഭവിച്ചില്ലേ? BJP ആണ് ഹിന്ദുത്വവാദി എന്നുള്ള പേര്. അതൊരു വല്ലാത്ത പ്രശ്നം. അതാണ് മാറേണ്ടത് ഇവിടെ. ആലപ്പുഴയിൽ ഇടതുപക്ഷത്തിന് 3, UDF 8, 6. LDF ചെങ്ങന്നൂരും ചേർത്തലയും മാവേലിക്കരയും മാത്രം. ഇവിടെ BJP എതിരെ വോട്ട് പിടിച്ച് നോക്കണം. കാരണം ഈഴവ വോട്ടുകളുടെ ഷിഫ്റ്റ് അതെങ്ങോട്ടാ വന്നതെന്ന് വളരെ. വൈക്കത്ത് UDF ആകട്ടോ, SRS വൈക്കത്ത് UDF. അവിടെ പിന്നെ LDF 1 സീറ്റും ഇല്ല. കോട്ടയം 1 സീറ്റും ഇല്ല. 39 വട്ടിയൂർക്കാവ് ഇഞ്ചോടിഞ്ചാണ്. UDF വീണ്ടും 99 വന്നിരിക്കുന്നു. NDA 2, LDF വീണ്ടും 39 വന്നു. തമിഴ്നാട്ടിൽ വിജയിക്ക് ഒറ്റയ്ക്ക് ചോദിച്ചായിട്ടില്ല. ഒറ്റയ്ക്ക് പറ്റില്ല. തമിഴ്നാട് BJPയുടെ കൂടെ ചേരുമായിരിക്കും അല്ലേ? BJP സീറ്റില്ലല്ലോ. ADMK സഖ്യം 78 സീറ്റുണ്ട്. ഈ സ്റ്റാൻഡിലെ ഒഴിവാക്കാൻ വേണ്ടി. അങ്ങനെ മറ്റേ ബംഗാളിൽ BJP ഒറ്റയ്ക്ക് പിടിക്കും. 170. സ്റ്റാലിന്റെ ഭരണം മോശമായിരുന്നില്ല കേട്ടോ. ഭരണം മോശമായിരുന്നില്ല, പക്ഷെ വിജയ് എന്നൊരു വലിയ പ്രതിഭാസം. അത് ഞാൻ വളരെ ഇദ്ദേഹത്തിന് അറിയാം. ഞാൻ 8 വർഷം മുമ്പ് ജയലളിത മത്സരം പറഞ്ഞ അവിടെ പുതിയൊരു തരംഗം വരാൻ പോവുകയാണ്. ഈ പറയുന്ന പോലെ നവ ദ്രവീഡിയനിസം എന്ന് പറഞ്ഞാൽ ഈ 2 പാർട്ടികൾ അഴിമതിക്കൊക്കെ ജനങ്ങളെതിരാണ്. യൂത്തായി അതിനെ നയിക്കുക. ചേട്ടൻ അനുഭവം ഉണ്ടാവും. ഞാൻ അന്നേ പറഞ്ഞതാണ് കേരളയിൽ നിന്ന്. അതാണ് സംഭവിച്ചത്. അത് വിജയ് വരുമോ വേറെ നേതാവായിട്ട് വരുമോ എന്നുള്ളത് എനിക്ക് സംശയം. അന്ന് ആ ധാരണയില്ലായിരുന്നു. കരമനയിൽ 55 മുന്നിലാണ് തിരുവനന്തപുരം. പോയാ 55 മുന്നില്ല. 55 ഉള്ളൂ. അതെ, എന്നാലും മുന്നിൽ വരുന്നു എന്നുള്ളത് ചെറിയ കാര്യം. അവസാന നിമിഷമല്ലേ, ലാസ്റ്റ്. അതെ, അവസാന ഘട്ടത്തിലാണ്. തമിഴ്നാട്ടിലെ ഫലങ്ങൾ സൗമി വിശകലനം ചെയ്യുന്നു. സൗമി, തമിഴ്നാട്ടിൽ എങ്ങനെയാണ്, ആരധികാരത്തിൽ വരും? BJP മുന്നണിയും വിജയുടെ TVKയും ADMK ഏത് തരത്തിലാണ് DMK ഭരണത്തിൽ നിന്ന് പുറത്താകുമോ? എന്താണ് തമിഴ്നാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ സൗമി? കേരളത്തിലെ പോലെ തന്നെ അതീവ ശ്രദ്ധ ആകർഷിച്ച, അതായത് രാജ്യശ്രദ്ധ ആകെ ആകർഷിച്ച മറ്റൊരു മണ്ഡലമാണ് അല്ലെങ്കിൽ മറ്റൊരു ജില്ലയാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇത്രയും നാൾ വരെ അല്ലെങ്കിൽ ഒരു 10-11 വർഷങ്ങളോളം ആധിപത്യം പുലർത്തിക്കൊണ്ടിരുന്ന DMKയുടെ MK സ്റ്റാലിൻ അവിടെ അടിപതറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അമ്പേ പാളി, അതായത് വോട്ടെണ്ണി തുടങ്ങുന്ന ആദ്യ നിമിഷം മുതൽ എങ്ങും ഒരു വെല്ലുവിളി ഉയർത്താൻ MK സ്റ്റാലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട്, ഏറ്റവും വലിയൊരു എന്താ പറയുക, ഒരു അട്ടിമറിയ ഒരു വിജയമാണ് വിജയ് അവിടെ നേടിയിരിക്കുന്നത്. വിജയ്ക്ക് അവിടെ വെട്രി തന്നെയാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അതേസമയം തോൽവിയുടെ വക്കിലെത്തി തന്നെ നിൽക്കുകയാണ്. നമുക്ക് തോൽവി ഉറപ്പിച്ചെന്ന് തന്നെ നമുക്ക് MK സ്റ്റാലിൻ ഉറപ്പിച്ചെന്ന് തന്നെ പറയാം. വിജയ് 105 എന്നുള്ള ചരിത്ര വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. DMK
57, AIDMK 72. AIDMK സാധാരണ വലിയ രീതിയിലൊരു വെല്ലുവിളി ഒന്നും DMKക്കെതിരായി ഉയർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഈ DMKയും ADMKയുടെ എതിരെ, അതായത് അവർക്കിടയിലേക്ക് ഇരച്ചുകയറുകയായിരുന്നു വിജയുടെ തമിഴക വെട്രി കഴകം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് വിജയ് പാർട്ടി രൂപീകരിച്ചതിന് ശേഷം, 3 വർഷമേ ആയിട്ടുള്ള പാർട്ടി രൂപീകരിച്ചിട്ട് 3 വർഷത്തിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയ് വെട്രി, അതായത് വിജയം കീഴടക്കിയിരിക്കുന്നുള്ളത് ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ്. അതായത് നമ്മൾ ആരും സ്വപ്നത്തിൽ പോലും, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ വിജയ് പോലും സ്വപ്നത്തിൽ ഇങ്ങനെ ഒരു വിജയം കണ്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ എനിക്കറിയില്ല DMK പാളയത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് DMK നേതാക്കളെല്ലാം തന്നെ. AIDMKയും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല അവർക്ക് DMKനെ മറികടക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു ഭൂരിപക്ഷം കിട്ടുമെന്ന്. നമുക്കറിയാം ഇത്തവണ AIDMKയോടൊപ്പം തന്നെ BJPയും ചേർന്നു. BJP ചേർന്നതുകൊണ്ട് തന്നെയാണ് 72 എന്നുള്ള ഒരു സംഖ്യയിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾക്ക് നോക്കുകയാണ് കുളത്തൂറാണ് ഏറ്റവും ശ്രദ്ധ ആകർഷിച്ച ഒരു മണ്ഡലം. അത് കുളത്തൂർ സ്റ്റാലിൻ വർഷങ്ങളായി വിജയിച്ചു വരുന്ന മണ്ഡലമാണ്. അവിടെ തമിഴക വെട്രി കഴകത്തിന്റെ VK സാബുവാണ് മുന്നിട്ട് നിൽക്കുന്ന 20,504 വോട്ട് പ്ലസ് ആണ് അവിടെ തമിഴക വെട്രി കഴകത്തിന്റെ നേതാവ് നേടിയിരിക്കുന്നത്. അതായത് സ്റ്റാലിന് 500+ വോട്ടുകളുടെ വ്യത്യാസം, 500-ൽ 5000 വോട്ടുകളെ പ്ലസ് വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. മറ്റൊന്ന് ട്രിച്ചി ഈസ്റ്റ് ആണ്. ട്രിച്ചി ഈസ്റ്റ് എന്ന് പറയുമ്പോൾ തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് എന്ന് പറയുമ്പോൾ വിജയ് മത്സരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ്. വിജയോടെ 12,000-ൽ അധികം വോട്ടുകൾ നേടിക്കഴിഞ്ഞു. 12,523+ വോട്ടുകളാണ് നേടിയിട്ടുള്ളത്. പിന്നിലുള്ളത് DMKയുടെ സ്ഥാനാർത്ഥിയാണ്. 7,337 വോട്ടുകളാണ് തിരുച്ചിറപ്പള്ളി ഈസ്റ്റില് DMK സ്ഥാനാർത്ഥി അവിടെ നേടിയിരിക്കുന്നത്. മറ്റൊന്ന് പെരുമ്പൂറാണ്. 2 മണ്ഡലങ്ങളിൽ, തമിഴ്നാട്ടിൽ 2 മണ്ഡലങ്ങളിൽ വിജയം മത്സരിക്കുന്നുണ്ടായിരുന്നു. പെരുമ്പൂരിൽ വിജയം മത്സരിച്ചതിൽ 13,000-ലേറെ വോട്ടുകളിലെ ഭൂരിപക്ഷത്തിലാണ് വിജയ് അവിടെ ജയിച്ചിരിക്കുന്നത്. DMK 7,196, DMK അവിടെ രണ്ടാമതാണ്. പെരുമ്പൂരിൽ ഏതായാലും വലിയൊരു ട്രിച്ചിയിൽ വിജയിച്ചാൽ തന്നെയും പെരുമ്പൂരിൽ ഒരു വിജയ സാധ്യത അവിടെ ആരും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. DMK ആണ് അവിടെ ജയിക്കുമെന്ന് എല്ലാവരും ഉറച്ചു വിശ്വസിച്ചിരുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടിയത്. എന്നാൽ ഫലം ഇപ്പോൾ പുറത്തു വന്ന് ഏകദേശം ഒരു 12:42 ആ സമയം എത്തി നിൽക്കുമ്പോൾ തന്നെയും 52 എന്നുള്ള ആദ്യ ഒരു വോട്ട് നിലയിൽ തന്നെ നിൽക്കുകയാണ്. അവിടുന്ന് ഒരു തുള്ളി പോലും DMK അനങ്ങിയിട്ടില്ല. MK സ്റ്റാലിൻ ആട്ടിപ്പതിരിക്ക് അമ്പയെ പരാജയപ്പെട്ട ഒരു കാഴ്ചയാണ്. അതായത് ദ്രാവിഡ മുന്നേറ്റ കഴകം DMK അമ്പയെ പരാജയപ്പെട്ട കാഴ്ചയാണ്. കാരണം നമുക്കറിയാം പരമ്പരാഗത വോട്ട് ബാങ്ക് ആണ് ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നൊക്കെ പറയുന്നത്. ആളുകൾക്കൊക്കെ മടുത്തു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരം, MK സ്റ്റാലിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിജയ് എന്ന് പറയുന്ന ഒരു സിനിമാ നടനാണ്. സിനിമാ മേഖലയിൽ ഏറെ സ്വാധീനമുള്ള നേതാവാണ്. അതായത് യുവാക്കൾക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും ഒരേപോലെ ഏവർക്കും ഇഷ്ടമുള്ള ഒരു നായകനാണ് വിജയ് എന്ന് പറയുന്നത്. വിജയ് ആളുകളുടെ ഒരു ഹീറോയായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചെപ്പോക്ക് എന്ന് പറയുന്ന ഉദയനിധി സ്റ്റാലിൻ, MK സ്റ്റാലിന്റെ മകനായി ഉദയനിധി സ്റ്റാലിൻ മത്സരിച്ച മണ്ഡലമാണ് ചെപ്പോക്ക് എന്ന് പറയുന്നത്. അവിടെ TVK ആണ് അവിടെ മുന്നേറിയത്. 10,830. അതിന്റെ തൊട്ട് പിന്നിലാണ് ഉദയനിധി. 10,184+ വോട്ടുകൾ എന്ന് പറയാൻ സാധിക്കും. പിന്നെ നമുക്ക് എടപ്പാടി പളനിസ്വാമി മത്സരിക്കുന്ന മണ്ഡലമായ എടപ്പാടി AIDMK, അവിടെ എടപ്പാടി പളനിസ്വാമി തന്നെയാണ് ലീഡ് നിലനിർത്തുന്നത്. വോട്ട് എന്ന് പറയുന്നത് 22,647 ആണ്. കാരേക്കുടിയിലെ TVKയുടെ AIDMKയുടെ സീമാനാണ് പിന്നില്. സീമാൻ അവിടെ മുന്നേറും എന്നുള്ളതായിരുന്നു ആദ്യം മുതൽ ഉണ്ടായിരുന്ന സൂചനകൾ. എന്നാൽ സീമാൻ അവിടെ AIDMKയുടെ സീമാൻ പിന്നിലാണ്. TVK ആണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴത്തെ ഒരു നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേവല ഭൂരിപക്ഷം എത്തണമെന്നുണ്ടെങ്കിൽ 118 വേണം. കാരണം അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങൾ 234 ആണ്. അതുകൊണ്ട് തന്നെ 118 എന്നുള്ള കേവല ഭൂരിപക്ഷത്തിലേക്ക് ഇവർ ആരും എത്തിയിട്ടില്ല. AIDMK 72, വിജയുടെ തമിഴക വെട്രി കഴകം 105, DMK 57 എന്നുള്ള നിലയിൽ തന്നെ നിൽക്കുകയാണ്. അവിടെ നിന്ന് അനങ്ങിയിട്ടേയില്ല എന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഭരണ രൂപീകരണത്തിൽ DMKയുടെയും AIDMKയുടെയും പങ്ക് വളരെ വ്യക്തമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും വിജയ്ക്കെതിരെ ഉണ്ടായ ഒരു തരംഗം, അതായത് വിജയ് ഫാക്ടർ അവിടെ വളരെ രീതിയിൽ മണ്ഡലത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നറിയാം. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ വിജയ്ക്ക് വോട്ട് തേടി ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ആ മണ്ഡലത്തിൽ കാണാൻ സാധിച്ചത്. ആ ഒരു മണ്ഡലത്തിലുള്ള വിജയം അവിടെ പ്രതിഫലിച്ചു, അല്ലെങ്കിൽ വിജയ്ക്കുള്ള സ്വാധീനം അവിടെ പ്രതിഫലിച്ചു എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തമിഴക വെട്രി കഴകം എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ പുതുതായിട്ട് രൂപീകരിച്ചൊരു പാർട്ടിയാണ്. ആരും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല വലിയൊരു ഭൂരിപക്ഷം
ഭൂരിപക്ഷത്തിൽ വിജയ്ക്ക് അവിടെ മുന്നേറാൻ സാധിക്കും എന്നുള്ളത്. എന്നാൽ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റം അവിടെ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിജയ് ഫാക്ടർ അവിടെ ആഞ്ഞടിച്ചിട്ടുണ്ട്. വിജയ് തരംഗം അവിടെ ആദ്യം മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയായിരുന്നു അവിടെ അവിടുത്തെ വോട്ടെണ്ണൽ ഉയരാൻ തന്നെ കാരണമെന്ന് പറയുന്നത്. ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത തരത്തിലുള്ള വോട്ടെണ്ണലാണ്, അല്ലെങ്കിൽ വോട്ട് ശതമാനമായിരുന്നു. അതായത് കാലങ്ങൾക്ക് ശേഷം ഒരുപാട് വോട്ട് കൂടിയിട്ടുണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ കഴിഞ്ഞു പോയത്. വോട്ടർമാർ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാണ് പോളിംഗ് ബൂത്തിൽ എത്തിയത്. ആ തീരുമാനത്തിന്റെ പ്രതിഫലനം എന്നോണം ദ്രാവിഡ അതായത് TVK, അതായത് തമിഴക വെട്രി കഴകം വിജയ് ഒന്നാമതായി എത്തിയിരിക്കുകയാണ് എന്നുള്ള കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. മറ്റ് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്താ നോക്കുകയാണെങ്കിൽ AFDMK ആണ് രണ്ടാമതായി വന്നിട്ടുള്ളത്. DMK അതിലും പിന്നെ, അതായത് മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയായിരുന്നു. ഒരിക്കൽ പോലും നമ്മൾ ആരും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ്. നിലവിൽ വന്നിട്ടുണ്ടായിരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ പ്രവചിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണെങ്കിൽ നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിൽ പോലും DMK അല്ലെങ്കിൽ MK സ്റ്റാലിൻ അവിടെ ജയിക്കുമെന്നുള്ളതായിരുന്നു. എന്നാൽ ആ പ്രവചനങ്ങളൊക്കെ കാറ്റിപ്പറത്തി ആകെ ഒരു എക്സിറ്റ് പോൾ മാത്രമാണ് കൃത്യമായ പ്രവചനം നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് ആക്സിസ് മൈ ഇന്ത്യയാണ്. ആക്സിസ് മൈ ഇന്ത്യ അത്തരം ഒരു പ്രവചനം നടത്തിയപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ഇതിനു മുൻപേ ആക്സിസ് മൈ ഇന്ത്യ നടത്തിയിട്ടുള്ള നിരവധി എക്സിറ്റ് പോൾ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടി അതിനെ പാളാൻ സാധ്യതയാണുള്ളത്. അത് ഏതായാലും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ആളുകൾ വിധി കുറിച്ചപ്പോൾ അതൊക്കെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം ഇവിടെ ശരിയായിരിക്കുന്ന കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഏതായാലും സ്ത്രീകളുടെയും കന്യ വോട്ടർമാരുടെയും യുവാക്കളുടെയും ഒക്കെ സിനിമാ പ്രേമികളുടെയും ഒക്കെ നിരവധി വോട്ടുകൾ അവിടെ വിജയ്ക്ക് നേടാൻ സാധിച്ചു. അതായത് വിജയും ഒന്ന് തീരുമാനിച്ചുറപ്പിച്ച് തന്നെയായിരുന്നു രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് തന്നെ. കാരണം വിജയ്ക്കിന് മറ്റു മാർഗമൊന്നുമില്ല. അവസാനത്തെ സിനിമയായ ജനനായകനായിരുന്നു. അതും പുറത്തേക്ക് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അവസാനത്തെ സിനിമയിലത്തെ എല്ലാ ഇതും കരിയർ തന്നെ ഉപേക്ഷിച്ചിട്ടായിരുന്നു വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. ഏതായാലും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് വിജയ്ക്ക് തെറ്റിപ്പോയിട്ടില്ല. അതായത് MGR, കരുണാനിധി, ജയലളിത തുടങ്ങിയ രാഷ്ട്രീയത്തിലേക്ക് വന്ന് സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളുകൾ ഒക്കെ പോയപ്പോൾ തന്നെ അവിടെ ഒരു വിടവ് കിടക്കുന്നുണ്ട്. ആ വിടവിലേക്കാണ് വിജയ് ഇരച്ചു കയറിയെന്നുള്ള കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഇത്തവണ AIDMKയുമായി ചേർന്നിട്ടുള്ളത് BJP ആയിരുന്നു. BJPയുമായി ചേർന്നുള്ള മത്സരം ചില പോക്കറ്റുകളിൽ വോട്ട് ഏകീകരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ടെന്നാണ്. അതായത് സ്റ്റാലിന്റെ നേതൃത്വത്തിൽ സ്റ്റാലിൻ ഭരിക്കുന്ന ദ്രാവിഡ മുന്നേറ്റ കഴകം DMKയിൽ നിന്നുള്ള ഒരുപാടധികം വോട്ടുകൾ AIDMKയിലേക്കും വിജയിന്റെ പാർട്ടിയായ TVKയിലേക്കും ചിതറിപ്പോയിട്ടുണ്ടെന്നുള്ള കാഴ്ച നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. DMK വിരുദ്ധ വോട്ടുകൾ TVKയും AIDMKയും തമ്മിൽ വിഭജിക്കപ്പെട്ടെന്നുണ്ടെങ്കിലും തമിഴ്നാട്ടിലെ ഗ്രാമീണ മേഖലകളിൽ AIDMKയുടെ അടിത്തറ ഇപ്പോഴും തകർന്നിട്ടില്ല എന്നുള്ളതാണ് ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ നേതാക്കളെയും ഇന്ത്യയിലെ മൊത്തം ജനവിഭാഗങ്ങളെയും നേതാക്കളെയും എല്ലാം അമ്പരിപ്പിച്ചുകൊണ്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേണാണ് തമിഴ്നാട്ടിൽ അരങ്ങേറിയെന്ന് പറയാം. ഏതായാലും അതിന് പ്രതിഫലനം എന്നോളം വിജയ് എല്ലാവരും അമ്പരിപ്പിച്ചുകൊണ്ട് വിജയം മുന്നേറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദളപതി ഫാക്ടർ അവിടെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിജയ് എന്ന സൂപ്പർ സ്റ്റാറിനോടുള്ള ജനങ്ങളുടെയും യുവാക്കളുടെയും കന്നി വോട്ടർമാരുടെയും ഒക്കെ ഒരു കടുത്ത ആരാധന ആണ് ഈ വോട്ടായി മാറിയതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയാൻ പറ്റും. അതായത് പരമ്പരാഗതമായ ഒരു പാറ്റേൺ പിന്തുടരുന്നവരാണ് ഈ ദ്രാവിഡ മുന്നേറ്റ കഴകവും AIDMKയും ഒക്കെ. എന്നാൽ അതിൽ നിന്നൊരു മാറ്റം അവിടുത്തെ ജനങ്ങൾ തീർച്ചയായും ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. മാറ്റത്തിനാണ് ഇത്തവണ തമിഴ്നാട് വോട്ട് കുത്തിയിരിക്കുന്നത്. മറ്റൊന്ന് ഭരണവിരുദ്ധ വികാരമാണ്. ഭരണകക്ഷിയായ DMK 2011 മുതൽ അവിടെ മത്സരിക്കുന്നുണ്ട്. തീർച്ചയായും 2 വർഷത്തിൽ കൂടുതൽ, അതായത് 2 തവണയിൽ കൂടുതലായിട്ട് ഭരിക്കുമ്പോൾ സ്വാഭാവികമായും തമിഴ്നാട്ടിൽ നിന്നല്ല കേരളത്തിൽ നിന്നല്ല എവിടെയാണെങ്കിലും ഒരു ഭരണവിരുദ്ധ തരംഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ഭരണവിരുദ്ധ തരംഗം തന്നെ തമിഴ്നാട്ടിലും ഉണ്ടായിട്ടുണ്ട്. AIDMKയ്ക്ക് ലഭിക്കുന്നതിന് പകരം, അതായത് AIDMK ലഭിക്കുന്നതിന് പകരം ഒരു മൂന്നാം ബദൽ എന്ന നിലയിലേക്ക് വിജയുടെ പാർട്ടി വളർന്നു എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കുക. വിജയ് പാർട്ടി രൂപീകരിച്ചെങ്കിൽ തന്നെ നമ്മൾ ആദ്യം മുൻകൂട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല DMKനെ പിന്നിലാക്കിക്കൊണ്ട് വിജയ്ക്ക് മുന്നേറാൻ കഴിയുമെന്നുള്ളത്. എന്നാൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയ്ക്ക് മുന്നേറാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും നേട്ടമാണ്. ഇന്ന് വിജയുടെ പാർട്ടിക്കും വിജയുടെ നേതാക്കൾക്കും ഒന്നും ഉറക്കമില്ലാത്ത രാത്രിയാണ്, ആഘോഷരാവാണ്. കഴിഞ്ഞ ദിവസം തന്നെ വിജയ് റിസോർട്ടുകളൊക്കെ ജയിക്കുന്ന ആളുകൾ ഡയറക്റ്റ് വേറെ എങ്ങും പോകാതെ ഡയറക്റ്റ് റിസോർട്ടിലേക്ക് എത്താൻ വേണ്ടി വിജയ് നേരത്തെ റിസോർട്ടും ഹോട്ടലും ഒക്കെ ബുക്ക് ചെയ്ത് കാത്തിരിപ്പായിരുന്നു. എന്നാൽ അതൊന്നും വെറുതെ ആയില്ല. ഇത്രയും, അതായത് 105 എന്ന് പറയുമ്പോഴത്തേനും 105 MLAമാർ അവർക്ക് അവിടെ ഉണ്ടാവുകയാണ്, TVKയ്ക്ക് ഉണ്ടാവുകയാണ്. എന്തായാലും ഭരണം ഉറപ്പിക്കുന്നതിന് അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം ഉറപ്പിക്കുന്നതിന് ഇനിയും വോട്ടുകൾ വേണ്ടിവരും. ഏതായാലും ഇനിയും വോട്ടെണ്ണാൻ അവിടെ
ഇനിയും ബാക്കിയുണ്ട്, ഇനി നിരവധി മണ്ഡലങ്ങളിൽ വോട്ടെണ്ണാൻ ബാക്കിയുണ്ട്. അപ്പോൾ ആരുടെ വോട്ടുകളിലാകും കൂടുതൽ അത് പ്രതിഫലിക്കുക, കുറയുക എന്നുള്ളത് നമുക്കവിടെ കാണാൻ സാധിക്കും. സംസാരിച്ചത് തമിഴ്നാട്ടിൽ വിജയിയുടെ TVK മുൻപന്തിയിലാണ്. ഒരു കക്ഷിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത അവസ്ഥയാണ് തമിഴ്നാട്ടിൽ നിന്നാണ് ഇതുവരെ ലഭിച്ച വിവരങ്ങൾ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.